ഇറാനിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണം തുടരുകയാണ്. ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. വൻ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വലുതോതിൽ തീപിടുകയും മറ്റും ചെയ്യുന്നു. ഇറാനെ തീർക്കുമോ അമേരിക്കയും ഇസ്രായേലും ചേർന്ന്? അതോ ഇറാന്റെ തിരിച്ചടി അത് നീണ്ട നാൾ നീണ്ടു നിൽക്കുമോ? യുദ്ധം രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ പലവിധ ചോദ്യങ്ങളും സംശയങ്ങളുമാണ്. ഒപ്പം ഇന്ന് GCC രാജ്യങ്ങളുടെ അറബ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരുന്നുണ്ട്. അറബ് രാജ്യങ്ങളാണ് ഇറാൻ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. എത്രനാൾ തുടരും എന്നത് അവർ കാത്തിരിക്കുന്നു. അവരും തിരിച്ചടിക്കുമോ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, നമ്മുടെ സഞ്ജു സാംസൺ ഇന്ന് ഇന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷയായി അഹമ്മദാബാദിലെ ഗ്രൗണ്ടിൽ ഇറങ്ങുകയാണ്. സഞ്ജുവിൻ്റെ തോൾക്കരത്തിൽ കഴിഞ്ഞ 2 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ഇന്ന് കിരീടം രണ്ടാം തവണയും സ്വന്തമാക്കുമോ എന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഇതടക്കം നിരവധി വാർത്തകൾ വിശദമായുണ്ട് തലക്കെട്ടുകളിലേക്ക്. ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കനത്ത ആക്രമണം. ടെഹ്റാനിൽ വൻ തീപിടുത്തം, വൻ നാശനഷ്ടം. ഇറാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം അരികിലെന്ന ഇസ്രായേൽ. അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റിന്റെ വാക്കുകൾക്ക് മണിക്കൂറുകളുടെ മാത്രം ആയുസ്. കുവൈറ്റിലും ദുബായിലും ആക്രമണം. ഞങ്ങൾ എളുപ്പം കീഴടക്കാവുന്ന ഇരകളല്ലെന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ മുന്നറിയിപ്പ്. അറബ് ലീഗ് വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം ഇന്ന്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉടൻ തകരുമെന്ന് ട്രംപ്. ക്യൂബയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ട്രംപിന്റെ അവകാശവാദം. Cuba's at the end of the line. They're very much at the end of the line. They have no money, they have no oil. They have a bad philosophy, they have a bad regime that's been bad for a long time. ക്യൂബയുടേത് മോശം തത്വശാസ്ത്രമെന്നും ട്രംപ്. അഹമ്മദാബാദിൽ ഭാഗ്യ പരീക്ഷണത്തിൽ ഇന്ത്യ. തുടർച്ചയായ 2020 ലോക കിരീടം ലക്ഷ്യം. ന്യൂസിലൻഡിനെതിരെ ഇറങ്ങുമ്പോൾ നെഞ്ചിടിച്ച് ആരാധകർ. അഭിഷേക് ശർമ്മയ്ക്കെതിരെ മുഹമ്മദ് കൈഫ്. ഫോമിലില്ലാത്ത ഓപ്പണറെ ഒഴിവാക്കണം. അഭിഷേകിന് പകരം ഫിനിഷർ റിങ്കു സിംഗിനെ പ്ലേയിംഗ് 11-ൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യം. നേപ്പാളിൽ ഇനി ജൻസി യുഗം. ജൻസി പ്രക്ഷോഭ നായകൻ ബലേന്ദ്ര ഷാ പ്രധാനമന്ത്രിയാകും. മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ പരാജയപ്പെടുത്തിയത് 50,000-ഓളം വോട്ടുകൾക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി. നേപ്പാളിൽ പ്രസിഡന്റുമായും കൊമ്പ് കോർത്ത് മമതാ ബാനർജി. രാഷ്ട്രപതി രാഷ്ട്രീയം കളിക്കരുതെന്ന് മമതാ ബാനർജിക്ക് തന്നോട് എന്താണ് ദേഷ്യമെന്ന് രാഷ്ട്രപതി. ബംഗാളിൽ നടന്നത് അങ്ങേയറ്റം ലജ്ജാകരമെന്ന് മോദി. തർക്കം അന്താരാഷ്ട്ര സാന്താൾ സമ്മേളന വേദിയുമായി ബന്ധപ്പെട്ട്. വിവാഹമോചന ഹർജിയെക്കുറിച്ച് ആദ്യമായി പരസ്യമായി പ്രതികരിച്ചു വിജയ്. സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ നേരിടുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടെന്നും അനുയായികളോട്. വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ ജനങ്ങളുടെ വിഷയങ്ങൾക്കാണ് മുൻഗണന എന്നും വിജയ്. CPM വയനാട് ജില്ലാ സെക്രട്ടറിയെ ശാസിച്ച് നടൻ മമ്മൂട്ടി. എൻ്റെ ഒപ്പം എന്തിനിങ്ങനെ പിറകെ കൂടുന്നുവെന്ന് ചോദ്യം. സംഭവം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ മമ്മൂട്ടി അനുകൂലിച്ചും എതിർത്തും സോഷ്യൽ മീഡിയയിൽ തർക്കം. അശാന്തം പശ്ചിമേഷ്യ. ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ അമേരിക്ക ആക്രമണം, സംയുക്ത ആക്രമണം. വൻ നാശനഷ്ടം ഈ ആക്രമണങ്ങളിൽ ഉണ്ടായി എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം അരികില്ലെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. തലസ്ഥാനമായ ടെഹ്റാനിൽ പലയിടത്തും വൻ തീപിടുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പകരം ഇന്നലെ നടത്തിയ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായി
ഇറാൻ പശ്ചിമേഷ്യയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റ് വിമാനത്താവളത്തിന് സമീപത്തെ എണ്ണ ടാങ്ക് ഡ്രോൺ ഉപയോഗിച്ച് തകർത്തുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ദുബായിൽ ഒരു പാകിസ്ഥാൻ സ്വദേശി കൊല്ലപ്പെടുന്ന പശ്ചാത്തലവുമൊക്കെ ഉണ്ട്. ഇങ്ങനെ വലിയ ആക്രമണം ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്നു. ഇന്നലെയാണ് ഈ സംയുക്ത ആക്രമണം ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കയുടെ ഭാഗത്തുണ്ടായത്. അതേതാണ്ട് സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇറാനിലെ പല മേഖലകളിലും വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലം കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം ഒരു ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് നേരത്തെ തന്നെ നമുക്കറിയാം. അമേരിക്കയും ഇസ്രായേലും ഒക്കെ പറയുന്നത് ഇപ്പോഴത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടം സ്ഥാപിക്കുക വഴി ഇറാന്റെ ഇപ്പോഴുള്ള അവസ്ഥ മാറ്റും. അവിടുത്തെ വിധേയത്വം, ഭരണകൂടത്തിലുള്ള ജനങ്ങളുടെ വിധേയത്തിൽ മാറ്റമുണ്ടാകും. ഇറാനിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് മറ്റുമാണ്. അതവർ സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണണം. അജയ് സുധ ബിജു ഉണ്ട്. അജയ്, വലിയ ആക്രമണം ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ ഉണ്ടാകുന്നു ഇറാനിൽ എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. എണ്ണ സംഭരണ കേന്ദ്രങ്ങളാണ് ലക്ഷ്യം. നമുക്കറിയാം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ. അവ തകർക്കുക വഴി വൻ നാശമാണ് ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ തലസ്ഥാന നഗരമായിട്ടുള്ള ടെഹ്റാനിലും അതുപോലെ തന്നെ ഇറാന്റെ പല ഭാഗങ്ങളിലും പ്രധാനമായിട്ടും അവരുടെ സാമ്പത്തിക മേഖലകളായിട്ടുള്ള പല നഗരങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇന്നലെ ഇസ്രായേലും അതുപോലെ തന്നെ US-ഉം സംയുക്ത ആക്രമണം നടത്തിയത്. ഇവിടങ്ങളിലുള്ള പാടങ്ങളായിരുന്നു ആക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് ഫലം കാണുകയും ഈ എണ്ണപ്പാടങ്ങളിൽ വലിയ തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. നമ്മളെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ടെഹ്റാൻ നഗരത്തിലുണ്ടായത്. പലതരം അവരുടെ പല പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിടങ്ങളും അതുപോലെ തന്നെ റോഡുകളും ജനവാസ മേഖലകളിലൊട്ടാകെ കനത്ത തീപിടുത്തം തന്നെ ഉണ്ടായി. ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാനൊക്കെ വളരെയധികം പാടുപെട്ട് ഇറാൻ ശ്രമിച്ചു. ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതിന് പിന്നാലെ വളരെ കടുത്ത പ്രതികരണമാണ് അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനിയുടെ ഭാഗത്തു നിന്നും വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച സൗഹൃദ സന്ദേശം അത് അമേരിക്ക തള്ളിക്കളഞ്ഞു, അമേരിക്ക ഈ ഒരു സഹായ നീക്കത്തെ കൊന്നുകളഞ്ഞു എന്നെല്ലാമാണ് ഈ നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം അമേരിക്ക തീർച്ചയായിട്ടും അനുഭവിക്കും എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ട്രംപ് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്ന അമേരിക്കൻ സൈനികരുടെ എണ്ണം അത് ട്രംപ് മറച്ചു വയ്ക്കുകയാണ്. ഇറാന്റെ കസ്റ്റഡിയിൽ ഇനിയും അമേരിക്കൻ ഉദ്യോഗസ്ഥരുണ്ട്, അവരെ ജീവനോടെ പിടിച്ചതാണ് ഞങ്ങൾ എന്നെല്ലാം ഈ നേതാക്കൾ അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കൊല്ലപ്പെട്ട 6 ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ അത് അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങൾ അത് US-ൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ട്രംപ് സല്യൂട്ടോടെയാണ് ആ മൃതദേഹങ്ങളെ എയർപോർട്ടിൽ വരവേറ്റത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ഈ മരണസംഖ്യ, ഈ US-ൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ മരണസംഖ്യയുടെ എണ്ണത്തെ സംബന്ധിച്ചും ഇറാനും അമേരിക്കയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം ഒരു വാഗ്വാദങ്ങൾക്ക് പിന്നാലെ ഇറാൻ പ്രത്യാക്രമണം അത് രൂക്ഷമാക്കുകയായിരുന്നു. ഈ ഇസ്രായേലിന് നേരെ അടുത്ത ഘട്ട ആക്രമണം ആരംഭിച്ചതായിട്ട് ഇതിനോടകം തന്നെ IRGC വ്യക്തമാക്കി. 27th വേവ് ഓഫ് അറ്റാക്കാണ് ഇസ്രായേലിനെതിരെ ആരംഭിച്ചതെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലുള്ള US-ന്റെ മിലിറ്ററി താവളങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കുവൈറ്റിനെയാണ് ഇത് ഏറ്റവും രൂക്ഷമായി ബാധിച്ചത്. അതാണ് അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്നായിരുന്നു ഇറാൻ പ്രസിഡന്റ് വാക്കുകൾ. ഒരു ക്ഷമാപണമൊക്കെ ഇറാൻ പ്രസിഡന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായ പശ്ചാത്തലമുണ്ടായിരുന്നു. ആ വാക്കുകൾക്ക് മണിക്കൂറുകളുടെ മാത്രം ആയുസ്സാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമാണ്. ഖത്തറിനെയും ബഹ്റിനെയും ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മിസൈലുകളെ ഫലപ്രദമായി തടഞ്ഞതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റിനിലെ US സേനാ താവളം ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഇറാനിലെ ആക്രമണത്തിന് മറുപടിയായാണ് ഇത്തരം ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അറബ് ലീഗ് രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. ബഹ്റിനിലെ US സൈനിക താവളത്തിന് നേരെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മിസൈലുകൾ ഉപയോഗിച്ചത്. ഹോർമുസ് കടലിടുക്ക് സമീപമുള്ള ശുദ്ധജല പ്ലാന്റിന് നേരെ അമേരിക്ക ആക്രമണം നടത്തിയ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഇറാൻ ഇത്തരത്തിൽ അറബ് രാജ്യങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അറബ് ലീഗ് യോഗം ചേരുന്നു. അറബ് രാഷ്ട്രങ്ങൾക്കെതിരെ ഇത്തരം വലിയ ആക്രമണങ്ങൾ ഇറാൻ തുടർന്നാൽ അവരുടെ റെസ്പോൺസ് എന്താകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ്, അതാണ് പ്രധാനം. കാരണം ഇന്ന് അറബ് ലീഗിൻ്റെ യോഗമുണ്ട്. അവർ ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. ചില മുന്നറിയിപ്പുകൾ അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇറാനെതിരെയുണ്ട്. അവർ സംയുക്തമായി ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടിയാൽ അത്ര എളുപ്പമല്ല ഇറാന്റെ അവസ്ഥ.
ഇപ്പോൾ ഗൾഫ് കൗൺസിൽ മാത്രമല്ല ഗൾഫ് കോർപ്പറേഷൻ ഓഫ് ഇപ്പോൾ കൗൺസിൽ അവർ ഇപ്പോൾ ഒരു സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതായിട്ടും വിവരമുണ്ട്. അതായത് ഈ കുവൈറ്റിലേക്കും അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും വന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഇതിനോടകം തന്നെ ഒരു പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുടെ യോഗത്തിന് ശേഷം മറ്റ് വിശദാംശങ്ങൾ കൂടി, അതായത് ഇറാനെതിരെ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇത് അപകടം പിടിച്ച ആക്രമണമാണ് നടന്നിരിക്കുന്നതെന്നാണ് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു അമേരിക്കയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ആക്രമണം, അത് ഈ മേഖലയിലുള്ള എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഈ ഹോർമുസ് കടലിടുക്കിലുള്ള ഈ ശുദ്ധജല പ്ലാന്റിന് നേരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിലും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് അവരുടെ ശുദ്ധജലത്തിൻ്റെ ഒരു ദൗർലഭ്യം. പലപ്പോഴും ഇത്തരം പ്ലാന്റുകൾ വഴി, ഈ ശുദ്ധജല പ്ലാന്റുകൾ വഴി അവിടെ ലഭ്യമായിട്ടുള്ള ജലം അത് ശുദ്ധീകരിച്ച് മറ്റ് ജനവാസ മേഖലകളിലേക്ക് വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് പശ്ചിമേഷ്യയിലുള്ള മിക്ക രാജ്യങ്ങളും പിന്തുടർന്നു വന്നിരുന്നത്. അപ്പോൾ ഇത്തരം ഒരു പ്രധാനപ്പെട്ട റിഫൈനറിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് ഇറാൻ്റെ ഒരു കുടിവെള്ള പ്രതിസന്ധി അത് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല മേഖലകളിലൂടെയും ഇറാനെ പിടിച്ചു മുറുക്കുക, ഇത് തന്നെയാണ് US ലക്ഷ്യമിടുന്നത്. ഇതിനിടെ പശ്ചിമേഷ്യയിലുള്ള ആക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം നടന്നത് കുവൈറ്റിലാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു ഓയിൽ ടാങ്കറിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഈ ഡ്രോൺ ആക്രമണത്തിൽ ഈ ഓയിൽ ടാങ്ക് തകരുകയും ഈ വിമാനത്താവളത്തിന് സമീപം തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റിലുള്ള പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി കെട്ടിടം, ഈ കെട്ടിടത്തിന് നേരെയും ആക്രമണമുണ്ടായി. ഈ കെട്ടിടം നിന്ന് കത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ കുവൈറ്റ് ഭരണകൂടം ഇതുവരെ കാഷ്വാലിറ്റീസിൻ്റെ എണ്ണമൊന്നും പുറത്തുവിട്ടിട്ടില്ല, മരണസംഖ്യയൊന്നും നിലവിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ദുബായിൽ ഇതിനിടെ ഒരു മരണമുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചത് കാരണമുള്ള തീപിടുത്തത്തിൽ, ഈ ഡ്രോണിൻ്റെ അവശിഷ്ടം വീണുണ്ടായ തീപിടുത്തത്തിൽ ഒരു പാകിസ്ഥാൻ പൗരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. തീർച്ചയായും ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാന സമീപനം അമേരിക്ക നശിപ്പിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. ഇറാന്റെ സൗഹൃദ സന്ദേശത്തെ ട്രംപ് കൊന്നു എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി ആരോപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാനെ ആക്രമിക്കാൻ അയൽ രാജ്യങ്ങളെ ഉപയോഗിക്കരുത് എന്നായിരുന്നു ഇറാന്റെ ആവശ്യം. ഇത് ട്രംപ് ലംഘിച്ചുവെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള സന്ദേശമാണ് ഇറാൻ പ്രസിഡന്റ് നൽകിയത്. അമേരിക്കയെ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ തടയണം എന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ തിരിച്ചടി തുടരും. തങ്ങളുടെ മണ്ണ് അമേരിക്കയ്ക്ക് നൽകരുത് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടത്. പക്ഷേ അത് പൂർണ്ണമായി ലംഘിക്കപ്പെട്ടു എന്നാണ് ഇറാന്റെ ആരോപണം. അമേരിക്കൻ സൈനികർ ഇറാന്റെ പിടിയിലായെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലറിജാനി അവകാശപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒപ്പം എത്ര സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് യഥാർത്ഥ കണക്ക് അമേരിക്ക പറയുന്നില്ല എന്നും അലി ലറിജാനി ആരോപിക്കുന്നുണ്ട്. സമാധാന സമീപനം തങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് നശിപ്പിച്ചുവെന്നാണ് ഔദ്യോഗിക ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അലി ലറിജാനി ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒപ്പം അറബ് രാജ്യങ്ങൾ ട്രംപിനെ വെറുതെ വിടില്ല, ഒപ്പം സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിന് ട്രംപിന് അർഹമായ ശിക്ഷ കിട്ടുമെന്നുമൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്നത് ട്രംപിനെ ചില്ലറ അല്ല പ്രകോപിപ്പിക്കുന്നത്. മറ്റൊരു വിവരം പുറത്തുവരുന്ന UAE ജനതയ്ക്ക് കരുത്തുറ്റ സന്ദേശവുമായി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയാണ്. UAEയിൽ എല്ലാം സാധാരണ നിലയിലാണെന്നും മുൻപത്തേതിനേക്കാൾ കരുത്തോടെ രാജ്യം ഉയരുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറയുന്നുണ്ട്. അബുദാബി TVക്ക് നൽകിയ അഭിമുഖത്തിലാണ് UAE പ്രസിഡന്റിന്റെ ആദ്യ സന്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ ശത്രുക്കൾക്കാണ് ഈ മുന്നറിയിപ്പ് ഷെയ്ഖ് മുഹമ്മദിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. UAE മനോഹരമായ നാടാണ്, അത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ എളുപ്പം കീഴടങ്ങുന്ന ഇരകളല്ല എന്നും UAEയുടെ അകം കരുത്തുറ്റതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജനങ്ങൾ രാജ്യത്തിനൊപ്പം ഒരുമിച്ച് നിൽക്കുന്നു. UAE ഒരു മാതൃകയാണ്, പ്രവാസികളും ഞങ്ങളുടെ കുടുംബമാണ് എന്നെടുത്തു പറയുകയാണ് ഷെയ്ഖ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഇന്ന് അറബ് ലീഗ് യോഗം ചേരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ ഈ UAEയുടെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രാജ്യം സുരക്ഷിതമാണ് എന്ന് ജനങ്ങളോടും പ്രവാസികളോടും ഷെയ്ഖ് വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. ഈ പരിക്കേറ്റ ആളുകളെ, നമുക്കറിയാം മിസൈൽ ആക്രമണത്തിലും മറ്റും പരിക്കേറ്റ ആളുകളെ അദ്ദേഹം സന്ദർശിച്ചു. അങ്ങനെ എളുപ്പം ഞങ്ങൾ കീഴടങ്ങില്ല എന്നുകൂടി വ്യക്തമാക്കുന്ന പശ്ചാത്തലം ഏറെ നിർണായകമാണ്. യുദ്ധത്തിന് പുതിയ പോർമുഖം തുറക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള കാര്യങ്ങൾ നിർണായകമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്,
ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഉടൻ തകരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അവകാശവാദം. ഫ്ലോറിഡയിൽ നടന്ന ഉച്ചകോടിയിൽ സംസാരിക്കവേ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ക്യൂബ അതിന്റെ അന്ത്യഘട്ടത്തിലാണെന്നും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ക്യൂബ ഒഴിച്ചുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾ പങ്കെടുത്ത ഉച്ചകോടിയിൽ സംസാരിക്കുകയാണ് ട്രംപിന്റെ പ്രസ്താവന. ട്രംപിന്റെ വാക്കുകളിലേക്ക്. As we achieve a historic transformation in Venezuela, we're also looking forward to the great change that will soon be coming to Cuba. Cuba's at the end of the line. They're very much at the end of the line. They have no money, they have no oil. They have a bad philosophy, they have a bad regime that's been bad for a long time. I would think a deal would be made very easily with Cuba. But for 50 years I've been hearing, as a little boy, I'd be hearing about Cuba. Cuba's a disaster. But I've been hearing so much about Cuba. But Cuba's in its last moments of life, as it was. It'll have a great new life, but it's in its last moments of life the way it is. So, and as these situations in Venezuela and Cuba should make clear under our new doctrine, and it is a doctrine, we will not allow hostile foreign influence to gain a foothold in this hemisphere. That includes the Panama Canal, which we talked about. We're not going to allow it. And together we'll protect our sovereignty, our security, and our cherished freedom. അടക്കം ട്രംപ് ഇത്തരത്തിൽ വിമർശിക്കുന്നുണ്ട്. അമേരിക്ക എതിർക്കുന്ന രാജ്യങ്ങളുമായുള്ള ബന്ധം കുറയ്ക്കൽ എന്നിവയുള്ള സ്വന്തം നിലനിൽപ്പുള്ള വിവിധ വഴികൾ ക്യൂബൻ നേതാക്കൾ സ്വീകരിക്കണം എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ ട്രംപിന്റെ ഭാഗത്തുണ്ടാകുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. നേപ്പാളിൽ മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ പരാജയപ്പെടുത്തി ജൻസി പ്രക്ഷോഭത്തിന് നായകരിൽ ഒരാളും മുൻ റാപ്പറുമായ ബാലേന്ദ്ര ഷാ നേപ്പാളിനെ പിടിച്ചുകുലുക്കിയ ജൻസി പ്രക്ഷോഭത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. 50,000 വോട്ടുകൾക്കാണ് ബാലേന്ദ്ര ഷാ മുൻ പ്രധാനമന്ത്രിയെ പരാജയപ്പെടുത്തിയത്. അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തിരിച്ചടി ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാകേഷ്, ചെറിയ വിജയമല്ല, വലിയ വിജയം നേടുന്ന പശ്ചാത്തലം ഏറ്റവും പ്രധാനമാണ്. മാർച്ച് 5-നാണ് നേപ്പാളിൽ പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്, നമുക്കറിയാം. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് സംഭവിച്ചത്. ബാലേന്ദ്ര ഷാ യുഗമാണ് ഇനി നേപ്പാളിൽ സംഭവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം നമുക്കറിയാം മേയറായി ചുമതലയേറ്റിരുന്ന ആളാണ്. കാര്യമായ പ്രവർത്തികൾ അവിടെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജൻസി പ്രക്ഷോഭത്തിന് ശേഷം 77 പേർ കൊല്ലപ്പെട്ട ശേഷം നേപ്പാളിൽ പുതിയ യുഗത്തിലേക്ക് ബാലേന്ദ്ര ഷാ എത്തിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്ത പരിപാടിയുടെ വേദി മാറ്റിയതും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതിനെയും ചൊല്ലി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പോര്. വിഷയത്തിൽ രാഷ്ട്രപതി വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന് പിന്നാലെ തൃണമൂൽ സർക്കാർ എല്ലാ അതിരും ലംഘിക്കുന്നതായി പ്രധാനമന്ത്രി തുറന്നടിച്ചു. BJPയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി രാഷ്ട്രീയം കളിക്കുന്നുവെന്നായിരുന്നു മമതാ ബാനർജിയുടെ മറുപടി. മമതാ ബാനർജിക്ക് തന്നോട് എന്താണ് ദേഷ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചോദിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അന്താരാഷ്ട്ര സാന്താൾ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ രാഷ്ട്രപതി മുർമു തൻ്റെ പരിപാടിയുടെ വേദി അവസാന നിമിഷം മാറ്റിയതിൽ ശക്തമായ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള പരസ്പരം പോരും വാഗ്വാദവും ഒക്കെ സംഭവിച്ചത്. ദ്രൗപദി മുർമുവിൻ്റെയും മമതാ ബാനർജിയുടെയും വാക്കുകളിലേക്ക്. प्रशासन का क्या हुआ बाद में ताली बजाना लास्ट में, तो पता नहीं प्रशासन का मन में क्या हुआ, मुझे पता है। हम तो आसानी से यहाँ आए, उन्होंने बोले नहीं वहाँ जगह कंजेस्टेड है। मैंने देखा यहाँ तो मुझे लगता है 5 लाख लोग यहाँ इकट्ठे हो सकते, लेकिन पता नहीं वहाँ किस लिए हमको ले गए। यहाँ के भाइयों बहनों ज्यादा नहीं जा पाए। আমার খারাপ লাগে দেখে যখন বাংলাকে টার্গেট করে বাংলার সাথে এত অত্যাচার হয়। আরো তো ভারতবর্ষে অনেক পলিটিক্যাল পার্টি আছে, অন্যদের উপরে কোনো অত্যাচার হলে আমরা প্রতিবাদ করি, এটা আমাদের প্রতিবাদের ভাষা. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. രാകേഷ്, മമത കേന്ദ്ര പോര് പുതിയ കാര്യമല്ല, നമ്മൾ മിക്ക ദിവസങ്ങളിലും മിക്ക ആഴ്ചകളും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെയാണ് മമതയുടെ നീക്കം എന്നുള്ളത് പ്രധാനമാണ്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും എന്നൊക്കെയുള്ള സൂചനകൾ മമതയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രഞ്ജിത്ത്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മമതാ ബാനർജിയും കേന്ദ്ര സർക്കാരും തമ്മിൽ പോര് തുടങ്ങിയിരിക്കുകയാണ്. ഇത്തവണ രാഷ്ട്രപതിയുടെ സന്ദർശനം, ആ ചടങ്ങിൽ
മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കാത്തതിനെ ചോദ്യം ചെയ്തുള്ള കേന്ദ്ര വിമർശനം ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ പോര് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്നലെയാണ് അന്താരാഷ്ട്ര സാന്താൾ സമ്മേളനം 9ാമത് സാന്താൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സംസ്ഥാനത്ത് എത്തിയത്. കാരണം ഈ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്, ഈ സമ്മേളനം നിശ്ചയിച്ചത് ബിധാൻ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ വേദി മാറ്റുകയും ഗോഷായ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുകയുമായിരുന്നു. എന്നാൽ ഈ വേദി മാറ്റിയതിലാണ് ആദ്യം അതൃപ്തി രാഷ്ട്രപതി പ്രകടമാക്കിയത്. കാരണം ചെറിയ വേദിയാണ് ഒന്നാമത് നൽകിയത്, രണ്ടാമത് നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ വേദി മാറ്റിയപ്പോൾ പലർക്കും എത്താൻ കഴിഞ്ഞില്ല എന്നാണ് രാഷ്ട്രപതി അതൃപ്തിയായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഒരുപക്ഷെ മുഖ്യമന്ത്രി വിചാരിച്ചത് ആരും എത്തില്ല, താനും മടങ്ങിപ്പോകുമെന്നായിരിക്കുമെന്ന് കൂടി രാഷ്ട്രപതി സൂചിപ്പിക്കുകയുണ്ടായി. ഇതിനൊപ്പം കൂടിച്ചേർത്ത പ്രധാനപ്പെട്ട കാര്യം, താനും ബംഗാളിൻ്റെ മകളാണ്, പക്ഷേ തനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്, എന്തുകൊണ്ടാണ് തന്നോട് ഇത്തരം നീരസം എന്ന് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ രാഷ്ട്രപതി സൂചിപ്പിക്കുകയും ചെയ്തു. മാത്രവുമല്ല, മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങായിട്ട് പോലും വിട്ടുനിന്നതിൽ ഉള്ള അതൃപ്തിയും രാഷ്ട്രപതി പരസ്യമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാഷ്ട്രപതി ഈ നീരസം പ്രകടിപ്പിക്കുന്ന വീഡിയോ കൂടി പങ്കുവെച്ചുകൊണ്ട് കടന്ന കൈയാണിപ്പോൾ ബംഗാൾ സർക്കാർ ചെയ്യുന്നത് എന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. കാരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എല്ലാവരുടെയും ഹൃദയം തകർക്കുന്ന ഒരു നിലപാടാണ് ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, സാന്താൾ വിഭാഗത്തിനുള്ളൊരു നേതാവ് കൂടിയാണ് ദ്രൗപദി മുർമു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം നടപടി ബംഗാൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. പക്ഷേ മമതാ ബാനർജി ഇതിനോട് തിരിച്ചടിച്ചത് രാഷ്ട്രീയം കളിക്കുന്നു, അതായത് BJPക്ക് വേണ്ടി രാഷ്ട്രപതിയെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നു എന്ന വിമർശനമാണ് മമതാ ബാനർജി ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാഷ്ട്രപതിയോടുകൂടി പോലും പോരിന് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഏതായാലും ബംഗാൾ സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി കടക്കുകയാണ്. ഏതായാലും ഈ വിവാദം ഇവിടെ അവസാനിക്കാൻ സാധ്യതയില്ല, ഇതിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. തീർച്ചയായും മമതാ ബാനർജി ഒട്ടും വിട്ടുകൊടുക്കാത്ത നേതാവാണ്, നമുക്കറിയാം. മറ്റൊരു വാർത്ത ബീഹാറിൽ നിന്നാണ്. നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാറിന്റെ JDU പ്രവേശനം എന്നാണ്. പാർട്ടി അംഗത്വം എടുക്കുന്ന നിഷാന്ത് സംസ്ഥാന പര്യടനത്തിനും ഒരുങ്ങുകയാണ്. ഉപമുഖ്യമന്ത്രി പദത്തിന് ഒപ്പം നിയമസഭാ കക്ഷി നേതാവായും നിഷാന്തിനെ തിരഞ്ഞെടുക്കും. രാഗേഷ് ചേരുന്നു. രാഗേഷ്, നിഷാന്തിലൂടെ JDU തങ്ങളുടെ പ്രതാപത്തിൽ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. BJP മുഖ്യമന്ത്രി വരികയാണ് ബീഹാറിൽ. നിതീഷ് കുമാർ ദേശീയ രാഷ്ട്രീയത്തിലേക്കൊക്കെ പോകുന്നു. വലിയ മാറ്റങ്ങൾക്ക് കാതോർക്കുകയാണ് ബീഹാർ. അതെ രഞ്ജിത്ത്, കാരണം നിതീഷ് കുമാറിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമി ആര് എന്ന ചോദ്യങ്ങൾക്ക് കൂടി ഇപ്പോൾ JDU ഉത്തരം നൽകുകയാണ്. കാരണം ഇത്രയും നാൾ മകൻ രാഷ്ട്രീയത്തിലിറങ്ങുന്നതിനോട് നിതീഷ് കുമാറിനോ രാഷ്ട്രീയത്തിലിറങ്ങാൻ നിഷാന്ത് കുമാറിനോ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിതീഷ് കുമാർ ബീഹാർ രാഷ്ട്രീയം വിട്ട് കേന്ദ്രത്തിലേക്ക്, ഡൽഹിയിലേക്ക് ചുവട് മാറ്റുകയാണ്. അതിന് തുടർച്ചയായി വേണം ഏതായാലും നിഷാന്ത് കുമാറിനെ പാർട്ടിയുടെ തലപ്പത്തേക്കും ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന പദവിയിലേക്കും കൊണ്ടുവരുന്നെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ നേതാക്കൾക്കിടയിലുണ്ടെന്ന അതൃപ്തിയൊക്കെ തന്നെ നിതീഷ് കുമാർ തന്നെ പരിഹരിച്ചിരുന്നു. പാർട്ടി നേതാക്കൾ യോഗം ചേരുകയും നിഷാന്ത് കുമാറിന്റെ വരവ് വ്യക്തമാക്കിക്കൊണ്ടൊരു പ്രമേയം പാസ്സാക്കുകയൊക്കെ ചെയ്തു. മാത്രവുമല്ല, നിഷാന്ത് ആകട്ടെ പാർട്ടി കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്നാണ് പ്രവേശനമെങ്കിൽ പോലും ഇതിനോടകം തന്നെ ഇടപെടുകയും ചെയ്തു. കാരണം ഇന്നലെ 2 യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ഒന്ന് ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന നേതാക്കളും കേന്ദ്രമന്ത്രിയുമായ ലല്ലൻ സിംഗും ഒക്കെ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു. രണ്ടാമത്തെ യോഗം MLA-മാരുടെ യോഗമായിരുന്നു. അങ്ങനെ ഈ 2 യോഗങ്ങളിൽ നിഷാന്ത് കുമാർ പങ്കെടുത്തു കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് പാർട്ടി പ്രവേശനം. ഏതായാലും JDU നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തേത് നിയമസഭാ കക്ഷി നേതാവായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കും. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തീരെ പരിചയമില്ല, അതുകൊണ്ട് തന്നെ സംസ്ഥാന പര്യടനം നടത്തുക എന്ന ലക്ഷ്യമാണ് നിഷാന്ത് കുമാറും ഒപ്പം തന്നെ നേതാക്കളും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. ഏതായാലും നിഷാന്ത് കുമാറിന്റെ വരവ്, പാർട്ടി പ്രവേശം വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് നേതാക്കളും പ്രവർത്തകരും. പട്നയിലും പാർട്ടി ആസ്ഥാനത്തും ഒക്കെ തന്നെ വലിയ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിതീഷിന്റെ പിൻഗാമി, വികസനത്തിന്റെ തുടർച്ച ഇനി നിഷാന്തിലൂടെ തുടങ്ങിയ വാക്യങ്ങളൊക്കെ കുറിച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ ഏതായാലും പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ അത്തരം ഫ്ലക്സ് ബോർഡുകളാണ് പട്നയിലൂടെ ഉടനീളം ഉയർന്നിരിക്കുന്നത്. രഞ്ജിത്ത്, രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ന് ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്ന നിർണായകമായ ഒരു ദിവസമാണ്. അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ 2020 ലോക ഫൈനലിന് ഇന്ത്യ ഇറങ്ങുമ്പോൾ ആരാധകരുടെ ചങ്കിടിപ്പ് ഏറുകയാണ്.
ന്യൂസിലൻഡുമായുള്ള മത്സരത്തിൽ നമുക്കറിയാം ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ ഇറങ്ങുന്ന മത്സരമാണ്. സഞ്ജു സാംസന്റെ ഫോമിൽ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇന്ത്യയാണ് ടീം, എന്തും സംഭവിക്കാം. ന്യൂസിലൻഡ് മികച്ച ടീമാണ്. രാത്രി 7 മണിക്ക് അഹമ്മദാബാദിലെ കലാശ പോരാട്ടത്തിൽ ടോസ് അടക്കം നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്നോടൊപ്പം ഹരിയുണ്ട്. ഒപ്പം തൃപ്പൂണിത്തുറയിലെ പൂജ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്നും നവമി ദിനേശും ആരാധകരുടെ ആവേശം പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. ആദ്യം ഹരിയിലേക്ക്. ഹരി, ചെറിയ പ്രതീക്ഷയല്ല ഇന്ത്യക്ക്. നമുക്കറിയാം, ഒരു മത്സരം മാത്രം പരാജയപ്പെട്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് എത്തുന്നത്. അല്പമൊന്ന് ആരാധകരെ ടെൻഷൻ അടിപ്പിച്ചു എങ്കിലും അവസാന 2 മത്സരങ്ങളിൽ നല്ല പോരാട്ടം കാഴ്ചവെച്ചു. പക്ഷേ അപ്പോഴും രണ്ടാമത് ബാറ്റിങ്ങിന് ഇന്ത്യയെ റൺ ചെയ്സ് ഇറങ്ങുന്ന കഴിഞ്ഞ കളിയിലൊക്കെ കണ്ടതാണ്. വലിയ ബൗളർമാരെ അടിച്ച് അമർത്തുന്ന കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരുപാട് വകകളുമുണ്ട്. തീർച്ചയാണ്. ഒന്നാമത് എതിരാളികൾ ന്യൂസിലൻഡാണ്. എതിരാളികൾ അത്ര ശക്തരല്ല. സത്യം പറഞ്ഞാൽ അഹങ്കാരമോ അരഗൻസോ ഒന്നും അല്ല. പക്ഷേ ഇന്ത്യക്ക് ന്യൂസിലൻഡ് എന്ന് പറയുന്നത് വളരെ ശക്തരായ എതിരാളികളല്ല. പക്ഷേ ന്യൂസിലൻഡ് ICC ടൂർണമെന്റുകളിൽ അട്ടിമറി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നിരാശരായി മടങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അമിതമായ ആത്മവിശ്വാസവുമില്ല. പക്ഷേ ഈ T20 ലോകകപ്പിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു T20 പരമ്പര ന്യൂസിലൻഡിനെതിരെ ഇന്ത്യ കളിച്ചിരുന്നു. അത് ഇന്ത്യയുടെ മണ്ണിലാണ് കളിച്ചത്. അതിൽ 4-1 ഇന്ത്യ ജയിച്ചതിന് ശേഷമാണ് ഈ T20 ലോകകപ്പിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ന്യൂസിലൻഡിനുമായിട്ട് നമ്മൾ കളിച്ചിട്ടുള്ളതാണ്. അത് അത്രയും നാളൊന്നും മുമ്പൊന്നുമല്ല. ഈ T20 ലോകകപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്തൊക്കെയാണ് അവസാന മത്സരം നടന്നത്. അപ്പോൾ അതുകൊണ്ട് എതിരാളികൾ ന്യൂസിലൻഡാണ്. അവർ ശക്തരാണോ എന്ന് ചോദിച്ചാൽ ആണ്, ഉറപ്പായിട്ടും ആണ്. പക്ഷേ ഇന്ത്യക്കൊക്കെ എതിരാളികളാണെന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ഈ കണക്കുകൾ കൂട്ടി കഴിച്ചു നോക്കിയാണ് നമ്മൾ ഇപ്പോൾ ഫൈനലിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ട് എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. സെമി ഫൈനൽ ഉൾപ്പെടെ ഇംഗ്ലണ്ട് വെള്ളം കുടിപ്പിച്ച കാഴ്ചയും നമ്മൾ കണ്ടു. പക്ഷെ എന്നാൽ പോലും ഇന്ത്യ ഒരു ശക്തരായ ടീം തന്നെയാണ്. ഈ ലോകകപ്പ് ഏറ്റവും കൂടുതൽ നേടാൻ അർഹമായ ടീം തന്നെയാണ് ഇന്ത്യ. ആകെ തോറ്റത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മാത്രമാണ്. അതൊരു ദയനീയ തോൽവിയായിരുന്നെങ്കിൽ പോലും ബാക്കി എല്ലാ മത്സരത്തിലും നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇന്ത്യ ജയിക്കുകയും ചെയ്തത്. പക്ഷേ ടീം കോമ്പറ്റീഷനിൽ ഒരു മാറ്റങ്ങളും വരുത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതിപ്പോ ഏത് പിച്ചിലായാലും, ബ്ലാക്ക് സോയിലായാലും റെഡ് സോയിലായാലും ഹൈബ്രിഡിലായാലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. റെഡ് സോയിലിൽ കളിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ക്യൂറേറ്റേഴ്സ് റെഡ് സോയിലിലേക്കാണ് പോകുന്നത്. സെൻട്രൽ പിച്ച് ആയിട്ടായിരിക്കും മത്സരത്തിൽ നടക്കുന്നത്. അഹമ്മദാബാദിൽ ഏകദേശം 80,000-ഓളം കാണികളെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ സിനിമാ താരങ്ങൾ, കളിക്കാർ, ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാവരും തന്നെ കളി വീക്ഷിക്കാനായി എത്തുമെന്നും മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അഹമ്മദാബാദ് നമുക്കൊരു ഭാഗ്യക്കേട് നിറഞ്ഞ ഗ്രൗണ്ടായിട്ടൊരു പേര് അവിടെ നിലനിൽപ്പുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കുക എന്നത് ഇന്നത്തെ മത്സരത്തിലുള്ള നിർണായകമായിരിക്കും. അതോടൊപ്പം പറയാനാണെങ്കിൽ തന്നെ സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ, അദ്ദേഹത്തിലൂടെ ഇന്ത്യ ഈ ട്രോഫി നേടുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് 5 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ കരിയറിൽ അദ്ദേഹം ക്യാപ്റ്റൻസി ആയിട്ട് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് നേടാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു ട്രോഫി കൂടിയായിരിക്കും. സോ ഒരു ഫ്ലൈയിങ് കളേഴ്സിൽ വിൻ ചെയ്യുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ മലയാളിയായ സഞ്ജു സാംസണിന്റെ ചിറകിലേറിയാണ് നമ്മൾ സെമിയും നമ്മൾ ഫൈനലും കടന്നത്. അത് രണ്ടും പിന്നെ അദ്ദേഹത്തിലൂടെ ഒരു ഫൈനലും കടന്നു പോകാൻ പറ്റുകയാണെങ്കിൽ അത് ടീമിന് മാത്രമല്ല, അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് എന്ന അവാർഡ് കിട്ടാൻ കൂടി സാധ്യതകൾ ഏറെയായിട്ട് നിൽക്കുകയാണ്. ഈ മത്സരം കൂടി അദ്ദേഹം തിളങ്ങുകയാണെങ്കിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് കണ്ടന്ററിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് മുൻപന്തിയിൽ നിൽക്കാം. അദ്ദേഹത്തിന് ആ ട്രോഫി അർഹമാകുകയും ചെയ്യാം. നേരെ മറിച്ച് ന്യൂസിലൻഡ് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു മത്സരം, സെമി ഫൈനൽ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് അവരെത്തുന്നത്. ആത്മവിശ്വാസത്തിലെ കൊടുമുടിയിൽ അവർ നിൽക്കുകയാണ്. മിച്ചൽ സാനറാണ് അവരുടെ ക്യാപ്റ്റൻ. മാറിയും തിരിച്ചുമുള്ള ഓഫ് സ്പിൻ, ലെഗ് സ്പിൻ ബോളിംഗ്, അതോടൊപ്പം തന്നെ പേസേഴ്സിനെയും കൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഇറങ്ങുന്നത്. ഇന്ത്യൻ ബാറ്റിംഗ് വേഴ്സസ് ന്യൂസിലൻഡ് ബൗളിംഗ്, അത് തന്നെയായിരിക്കും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാച്ചപ്പ് ആയിട്ടും നിൽക്കുന്നത്. അഭിഷേക് ശർമ്മ ഫോമിലേക്ക് ഉയരണം. അത് നമ്മൾ വീണ്ടും ഓരോ മത്സരങ്ങൾ കഴിഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ടോപ്പ് ഓർഡറിൽ എല്ലാവരും തിളങ്ങി, അഭിഷേക് ശർമ്മ മാത്രമാണ് തിളങ്ങാത്തത് ഈ ലോകകപ്പിൽ. അത് നമുക്ക് നിരാശയാണ്. ബൗളിംഗിൽ എല്ലാവരും തിളങ്ങുന്നുണ്ട്. പക്ഷെ വരുൺ ചക്രവർത്തി, ഹർഷ്ദീപ് സിംഗ് എന്നീ 2 ബോളേഴ്സിന്റെ റൺസ് വിട്ടുകൊടുക്കൽ നമുക്ക് അത്ര നേരായ രീതിയിലല്ല പോകുന്നത്. പക്ഷെ ന്യൂസിലൻഡ് ആവട്ടെ, അവിടെ ശക്തമായ ടീമാണ്. ബാറ്റിംഗ് ബൗളിംഗും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. അവിടെ 11 പേരും ഗൺസ് പ്ലേസ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോഴും 2-3 പേര് ഫോമിലെത്താത്തത് നിരാശയമാണ്. പക്ഷേ ഓവറോൾ എല്ലാം നോക്കുമ്പോഴേക്കും ഇന്ത്യയാണ് ഫേവറേറ്റ്സ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. രാത്രി 7 മണിക്ക് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ രാത്രി 11 മണിയോടുകൂടി കപ്പ് ഇന്ത്യ ഉയർത്തുന്നത് കാണാൻ കഴിയും. തീർച്ചയായും. നവമി ദിനേശ് ഉള്ളത് തൃപ്പൂണിത്തുറയിലെ ഒരു പറ്റം ക്രിക്കറ്റ് പ്രേമികൾക്കൊപ്പമാണ്. നവമി, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. രാജ്യമെമ്പാടും നമ്മൾ കപ്പ് ഉയർത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും മലയാളികൾക്ക് പ്രധാനമെന്നുള്ളത് സഞ്ജു സാംസന്റെ മികവാണ്. അത് ഇന്നും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടവർ.
രഞ്ജിത്ത്, രാജ്യം അങ്ങനെ ഉറ്റുനോക്കുകയാണ്. 7 മണിയാകാൻ നമ്മുടെ ഇന്ത്യ കപ്പുയർത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ മലയാളികൾക്കും ഇരട്ടി സന്തോഷം നമ്മുടെ സഞ്ജു കളിക്കുന്നുണ്ടെന്നാണ്. കഴിഞ്ഞ 2 കളികളിലും സഞ്ജുവിന്റെ ഫോം അത് എത്രമാത്രമാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 89 റണ്ണാണ് കഴിഞ്ഞ തവണ എടുത്തത്. ഇത്തവണ സഞ്ജു സെഞ്ചുറി അടിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നമുക്കുണ്ട്. എന്തായാലും ആവേശകരമായിട്ടുള്ള മത്സരത്തിന് കാത്തിരിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ പൂജ ഗ്രൗണ്ടിലാണ്. ഇവിടെയും ആവേശകരമായിട്ടുള്ളൊരു മത്സരം നടക്കുക കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അതാ. അപ്പോൾ എന്തായിരിക്കും ഇന്ന് രാത്രിയത്തെ കളിയിൽ കാണുമ്പോൾ ആളുകളുടെ ആരവം, അവരുടെ ആവേശം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ വലിയ ആവേശകരമായിട്ടുള്ള G&G ചാമ്പ്യൻസ് ലീഗ് 2026 പാലസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും റൺസ് മാത്രമേ ഉള്ളൂ ഇവർക്ക്. എത്ര വിജയിക്കാൻ ഇനി എത്ര റൺസ് വേണം? വിജയിക്കാൻ ഇനി 30 റൺ കൂടി മതി ഇവിടെ ജയിക്കാൻ. എന്തായാലും നമുക്ക് ഇന്ത്യയുടെ ഇന്നത്തെ മത്സരം ഏത് രീതിയിലാണെന്ന് നമുക്ക് ഇവിടെയുള്ള ചേട്ടന്മാരോട് തന്നെ ചോദിക്കുക. ഇവരൊക്കെ ജേഴ്സിയൊക്കെ ഇട്ട് കളിക്കാനിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ മത്സരം സഞ്ജു തൂക്കും എന്നാണ് പ്രതീക്ഷ. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരിൽ ഇപ്പോൾ സഞ്ജു മാത്രമാണ് ഫോമിൽ നിൽക്കുന്നത്. ഇഷാൻ കിഷൻ പിന്നെ നമ്പർ 3 കളിക്കുന്നുണ്ട്. അഭിഷേക് ശർമ്മ കുറച്ച് ഔട്ട് ഓഫ് ഫോമാണ്. അപ്പോൾ സഞ്ജുവിന്റെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന്. പിന്നെ അഭിഷേക് ശർമ്മയും ഇന്ന് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എതിരാളികൾ ശക്തരാകുമോ ഇന്ത്യക്ക്? അതായിരിക്കും. ന്യൂസിലൻഡ് നല്ല ടീമാണ്. പിന്നെ ആ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് കഴിഞ്ഞ 2 പ്രാവശ്യം പരാജയം മാത്രമാണ് ഉണ്ടായത്. ആ ഒരു ലക്ക് ഇപ്രാവശ്യം മാറ്റും എന്ന് വിശ്വസിക്കുന്നു. സഞ്ജു സെഞ്ചുറി അടിക്കോ? ഇന്ത്യ ഓപ്പണിംഗ് ബാറ്റിംഗ് ആണെങ്കിൽ സാധ്യതയുണ്ട്. ബൗളിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ബുംറയാണ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ ബൗളിംഗ് ഏറെ നിർണായകമായിരുന്നു. ഇത്തവണ വരുൺ കുറച്ച് ഫോം ഔട്ടാണ്. വരുണിനെ മാറ്റി കുൽദീപ് വരാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സാധ്യത. ഈ സമയത്തൊരു ചേഞ്ച് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സെയിം ടീം തന്നെ ആയിരിക്കും കളിക്കുന്നുണ്ടാവുക. അപ്പോൾ ബുംറ, ഹർഷ്ദീപ്, ഹാർദിക് പാണ്ഡ്യ ഈ 3 പേരുടെ 12 ഓവർ ആണ് ഇന്ത്യക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഓവേഴ്സ്. പിന്നെ അക്ഷർ പട്ടേലും കുഴപ്പമില്ലാണ്ടൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലെന്ന് ഇരിക്കുന്നു. അവരുടെ ഓപ്പണിംഗ് പെയർ ഡിസ്മിസ് ആക്കി കഴിഞ്ഞാൽ ഇന്ത്യ കളിയിൽ മുന്നേറും. ഓക്കെ, എന്താണ് ഇന്നത്തെ നമ്മുടെ കളിയിലെ ഏത് വിധത്തിലാണ് നോക്കിക്കാണുന്നത്? കളിയെ നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് മീറ്റേഴ്സ് വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു വറിയിങ് നിൽക്കുന്നത് വെച്ചാൽ സഞ്ജുവിൻ്റെ കാര്യത്തിലുണ്ട്. കാരണം സഞ്ജുവിൻ്റെ ചില ഷോട്ടുകൾ മിസ് ഷോട്ട് ആയിക്കഴിഞ്ഞാൽ തേർഡ് യാർഡിനകത്ത് വരുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ കുറച്ച് ടെൻഷൻ ആ കാര്യത്തിലുണ്ട്. അതർവൈസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു കളി വരും, നല്ലൊരു ഫൈനൽ കാണാൻ സാധിക്കുന്നതാണ്. കാരണം ന്യൂസിലൻഡാണ്. എന്തായാലും സെമി ഫൈനൽ പോലെ ഒരു മാസീവ് സ്കോറൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഇൻ ബിറ്റ്വീൻ 170, 180 ഈ ഒരു സ്കോറിലായിരിക്കും കളി പോകുന്നത്. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ നമുക്ക് ബൗളിങ്ങിൽ പിടിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, ഞാൻ അതിൽ തന്നെ കുറച്ച് സ്പിന്നേഴ്സിന് മേ ബി കുറച്ച് ചാൻസ് ഈ തവണ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നോക്കാം. എന്നാലും നിങ്ങൾ ഇവിടെയാണോ? സ്ക്രീനിങ് ഒക്കെ ഉണ്ടോ കളി കാണാൻ? നിങ്ങൾ എല്ലാവരും സ്ക്രീനിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. വീട്ടിലിരുന്ന് കാണുന്നതിനേക്കാളും ആവേശം നമ്മുടെ കൂട്ടുകാരായിട്ട് അതെ സ്ക്രീനിങ് പ്ലാൻ ഇടുന്നുണ്ട്. നോക്കാം. അങ്ങനെ ഒരു പ്ലാൻ ഇടുക, നമ്മൾ കവർ ചെയ്യാൻ വരും. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയാകുമെന്നാണ്? വെയിറ്റിംഗ് ആണ്. സഞ്ജുവിന്റെ കളി കാണാനാണ് കാത്തിരിക്കുന്നത്. സഞ്ജു 2 കളിയിലായിട്ട് ഭയങ്കരമായിട്ട് ഫോമിലേക്ക് തിരിച്ചു വന്നല്ലോ. അപ്പോൾ അത് കണ്ടിന്യൂ എന്ന് പ്രതീക്ഷിക്കുന്നു. സഞ്ജു ഈ ലോകകപ്പ് ഇന്ത്യക്ക് വേണ്ടി തൂക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. സഞ്ജുവിലാണ് പ്രതീക്ഷ. അതെ, സഞ്ജുവിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. കഴിഞ്ഞ 2 കളിയിലും നമ്മൾ സഞ്ജുവിന്റെ പേര് തന്നെ ചെറിയൊരു സഞ്ജുവിനെ വലിയ വിമർശനമൊക്കെ ഉണ്ടായെങ്കിൽ കൂടി കഴിഞ്ഞ 2 കളിയിൽ സഞ്ജു തന്നെയായിരുന്നു നിർണായകം. ഇല്ല, ഇത് സഞ്ജുവിന്റെ റിഡംഷൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്നും നമുക്കൊരു ഹാഫ് സെഞ്ചുറി പ്രതീക്ഷിക്കാം സഞ്ജുവിൽ നിന്ന്. കൂടാതെ അഭിഷേക് ഇന്ന് ഫോം ആകുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് കാണാം നമുക്ക് അഭിഷേകിനെ മൊത്തത്തിൽ. ഇന്ത്യ ജയിക്കാന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി. അതിൽ സഞ്ജുവിനോട് നല്ല ഇന്നിംഗ്സും കൂടി ഉണ്ടെങ്കിൽ ഇരട്ടി മധുരായി. അതെ, ഇതിലാരാ ബെസ്റ്റ് ബൗളർ? ആരാ ഇവിടെ ഇരിക്കുന്നതിൽ? അപ്പൊ പറയൂ, നമ്മുടെ ഇത്തവണ നമ്മുടെ വരുണിനെ മാറ്റി കുൽദീപ് വരാനുള്ള സാധ്യതയുണ്ടോ? വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 2 കളിയും വരുൺ, കാരണം കോൺഫിഡൻസിനെ മാച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ഇന്നിംഗ്സിൽ കിട്ടിയുള്ള കൺസീവ് ചെയ്തിട്ടുള്ള റൺസ്. അതുകൊണ്ട് എന്തായാലും കുൽദീപ് ഇറങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബുംറ ഓൾവേസ്. അതെ, ബുംറ ആരാണ് ബോളിംഗിൽ ആരെയാണ് കൂടുതൽ? ബുംറ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് ഓവറിലൊക്കെ സഞ്ജു പറഞ്ഞ പോലെ വൺസ് ഇൻ എ ജനറേഷൻ ബോളർ ആണല്ലോ. അതെ, അത് സഞ്ജു കഴിഞ്ഞ തവണ പറയുകയും ചെയ്തു, തനിക്കല്ല ഇത് അർഹമായത് ബുംറയ്ക്കാണ്. അതെ. പിന്നെ ഹർഷദീപ്
ഹർഷ്ദീപ് 2020 ഇന്ത്യയുടെ ബെസ്റ്റ് ബോളർ തന്നെയാണ്, ഏറ്റവും നല്ല റെക്കോർഡ്സ് ഉള്ള ബോളർ തന്നെയാണ്. അപ്പം ഏറ്റവും നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കാൻ ഹർഷ്ദീപിന് പറ്റട്ടെ. ഹർഷദീപിന്റെ ഇടയ്ക്ക് പോണ വൈഡാണ് നമുക്കൊരു ആശങ്കയാകുന്നത് അല്ലേ, ലാസ്റ്റ് മിനിറ്റ് വൈഡ് കിട്ടിയാലും ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്, അതിന്നും വരും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എങ്ങനെയാണ് നമ്മുടെ ഇത്തവണത്തെ ഇന്ത്യൻ ടീം തൂക്കും? ഇന്ത്യൻ ടീം തീർച്ചയായിട്ടും കപ്പ് തൂക്കും. സഞ്ജുവിന് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായ ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ രഞ്ജിത്ത്, എന്തായാലും നമ്മൾ സഞ്ജുവിന്റെ പെർഫോമൻസ് കാണാനാണ് കൂടുതൽ കാത്തിരിക്കുന്നത്. നമ്മുടെ കമന്റേറ്റർ ഇവിടെ ഉണ്ട്, ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കാമോ? അല്ലെ, ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസിനെ ഏത് രീതിയിൽ നമ്മൾ കാത്തിരിക്കണം, ഏത് രീതിയിൽ വിലയിരുത്താം? തീർച്ചയായിട്ടും കഴിഞ്ഞ 2 മാച്ചിൽ വളരെ നല്ല പെർഫോമൻസോട് സഞ്ജു പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രതീക്ഷയും സഞ്ജുവോടാണ്. കാരണം പുള്ളി നല്ല ഫോമിലാണ്. നല്ലൊരു എന്താ പറയുക, വളരെ ഒരു ഡൗൺ സ്ലൈഡിൽ നിന്ന് തിരിച്ച് കയറി വന്ന നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു വെസ്റ്റ് ഇൻഡീസിൻ്റെ അടുത്ത്. അതിനെ തിരിച്ച് നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ അടുത്തും നല്ലൊരു പെർഫോമൻസ് ആണ് വെച്ചത്. കൂടെ ഒരു ക്യാച്ചിൻ്റെ ആ ഒരു ചാൻസ് അല്ലാതെയുള്ള ബാക്കി എല്ലാ ഷോട്ട്സും വളരെ ക്ലാസിക് ഷോട്ട്സാണ്. ഇത്രയും നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇതിനു മുമ്പ് കണ്ടേക്കുന്നത് രോഹിത് ശർമ്മയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും അതേ ഒരു ഫ്ലോ അടുത്ത ഫൈനൽസിലും പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇന്ത്യ ദാറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു വിൻ ദ ട്രോഫി എഗെയിൻസ്റ്റ് ദ ന്യൂസിലാൻഡ് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി എ റിപ്ലൈ ഫോർ ദ ന്യൂസിലാൻഡ്. കഴിഞ്ഞ ന്യൂസിലാൻഡ് സീരീസ് ആണ് പുള്ളിയുടെ, ദാറ്റ് മീൻസ് നമ്മുടെ സഞ്ജുവിൻ്റെ വളരെ ഒരു ഡൗൺ സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്ലേയിങ് ലെവലിനുണ്ടായിരുന്ന സഞ്ജുവിനെ ഇല്ലാതാക്കിയ ഒരു സീരീസാണ്. തിരിച്ചതിനുള്ള മറുപടി ഫൈനൽസിലൂടെ കിട്ടും. താങ്ക് യു. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്, നമ്മൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. രഞ്ജിത്ത്, നമുക്ക് ഏതൊരു മനുഷ്യനും ഒരു തിരിച്ചുവരവുണ്ടെന്ന് തെളിയിക്കുകയാണ് നമ്മുടെ സഞ്ജുവിന്റെ ആ ഒരു കഴിഞ്ഞ 2 കളിയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിന് ഏറെ നിർണായകമായത്. ചേട്ടന്മാരെ, ഇന്നത്തെ കളി കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. പറയൂ, എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ്? ഞങ്ങള് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഇന്ത്യ ജയിക്കുന്നു. നമ്മുടെ സഞ്ജു മാൻ ഓഫ് ദി മാച്ച്. സഞ്ജു സെഞ്ചുറി അടിക്കും. സഞ്ജു സെഞ്ചുറി മാത്രമല്ല, അതിന് മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അടിക്കും. പക്ഷെ സഞ്ജുവിനെ മാത്രമല്ലോ ഇന്ത്യൻ ടീം ഇത്രയ്ക്കും പ്ലേയേഴ്സ് ഉണ്ടല്ലോ. നമ്മുടെ ടീം കപ്പ് എടുക്കാൻ വേണ്ടി മാത്രം കളിക്കണം. ഒരു പൊളിയാ നമ്മുടെ ഇന്ത്യ. ദാറ്റ്സ് ഇറ്റ്. അടിച്ചു പൊളിക്കാം നമ്മള്. കപ്പോടെ നമ്മൾ തിരിച്ചു വരുള്ളൂ. എന്തായാലും രഞ്ജിത്ത്, ഇന്ത്യ കപ്പ് ഉയർത്തുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ക്രിക്കറ്റ് പ്രേമികൾ പറയുന്നത്. അതിൽ സഞ്ജുവിന്റെ പങ്ക് ഏറെ നിർണായകമാണെന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. സഞ്ജു സെഞ്ചുറി അടിക്കും എന്ന് പറയുന്ന അങ്ങനെ തന്നെ ആവട്ടെ, ഇന്ത്യൻ ടീം കപ്പ് ഉയർത്തട്ടെ. നമ്മുടെയൊക്കെ അഭിമാനമായി സഞ്ജു തിരിച്ചു വരുമ്പോൾ, ആ കപ്പുമായി തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ മാൻ ഓഫ് ദ സീരീസായി തിരിച്ചു വരട്ടെ. അത് തിരുവനന്തപുരത്ത് സഞ്ജുവിനെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. എന്തായാലും ഇന്ത്യൻ ടീമിന്റെ ഈ ഒരു മത്സരം കാണാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അതിലേറെ ആവേശത്തിലുമാണ്. രഞ്ജിത്ത്, നവമിയാണ് അവിടെ ആരാധകർക്കൊപ്പം ചേർന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയും കന്നി കിരീടം തേടിയെത്തുന്ന ന്യൂസിലൻഡും തമ്മിലുള്ള കലാശപ്പോരിൽ വിജയിക്കുന്നവരെ ഇത്തവണ കാത്തിരിക്കുന്നത് വലിയ തുകയാണ്, റെക്കോർഡ് തുകയാണ്. 2024 ലോകകപ്പിനേക്കാൾ 20% വർധനമാണ് ഇത്തവണ സമ്മാനത്തുകയിൽ ICC വരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇത്തവണത്തെ ലോകകപ്പിൽ ആകെ $13.5 മില്യൺ, അതായത് ഏകദേശം 112 കോടിയിലധികം രൂപയാണ് ICC പ്രൈസ് മണിയായി നൽകുന്നത്. ഇതിൽ 2024 ചാമ്പ്യന്മാരെ ഇന്ത്യക്ക് കിട്ടിയത് ഏതാണ്ട് 22.52 കോടി രൂപയാണ്. ICCയുടെ സമ്മാനത്തുക ഇത്രയായിരുന്നു. എന്നാൽ ഇത്തവണ ലോകകപ്പ് കിരീടം കിട്ടുന്ന ടീമിന് $3 മില്യൺ, ഏകദേശം 27.48 കോടി രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക. രണ്ടാം സ്ഥാനക്കാർക്ക് 1.6 മില്യൺ, അതായത് 14.65 കോടി രൂപ സമ്മാനത്തുകയായി കിട്ടും എന്നുള്ളതും പ്രധാനമാണ്. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായ ആതിഥേയത്വം വഹിച്ച ടൂർണമെൻറ്റിലെ മികച്ച സ്പോൺസർഷിപ്പ് വരുമാനമാണ് സമ്മാനത്തുക ഇത്രയധികം ഉയരാൻ കാരണമായത്. ഏതായാലും ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയ്ക്കുമൊക്കെ ഏകദേശം സെമിയിൽ പുറത്തായവരാണ്. 7 കോടി രൂപയ്ക്കടുത്ത് സമ്മാനത്തുകയായി കിട്ടും എന്നുള്ളതാണ്. പ്രാഥമിക റൗണ്ടിൽ എത്തിയ ടീമുകൾക്ക്, സൂപ്പർ 8-ലെത്തിയ ടീമുകൾക്ക് 3.48 കോടി രൂപ വീതം കിട്ടും. ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായ ടീമുകൾക്കും സമ്മാനമുണ്ട്. അവർക്ക് ഏതാണ്ട് 2.29 കോടി രൂപ സമ്മാനമായി ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ 20 ടീമുകൾക്കും സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുന്ന രീതിയിലാണ് ICC സമ്മാനത്തുക നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിനിടെ സഞ്ജു സാംസന്റെ ഒരു അപരൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള ഏറെ കൗതുകകരമായ ഒരു വാർത്ത കൂടിയുണ്ട്. ലോകകപ്പിൻ്റെ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടത്തിനിടയിലാണ് ഗാലറിയിൽ നിന്ന് ഇന്ത്യക്കായി ആർത്തു വിളിക്കുന്ന ഒരു ആരാധകനെ ആളുകൾ കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിപ്പോൾ ഇയാൾ നിറഞ്ഞു നിൽക്കുകയാണ്. സഞ്ജു സാംസന്റെ അതേ കട്ടാണ് ഇയാൾക്കുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗ്രൗണ്ടിൽ സഞ്ജു കളിക്കുമ്പോൾ ഗാലറിയിലും സഞ്ജുവോ എന്നായിരുന്നു ചോദ്യങ്ങൾ വന്നത്. നമ്മുടെ സഞ്ജു അല്ലേ എന്നൊക്കെയാണ്. നിമിഷങ്ങൾക്കകം ആരാധകരും ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായി. ഗാലറിയിൽ ആഘോഷിക്കുന്നത് താനാണ് എന്ന അവകാശവാദവുമായി നീരജ് കൊയ്ഡാല എന്ന ഒരു യുവാവ് രംഗത്ത് വന്നതും
ഇതിൻ്റെ കൗതുകം വർദ്ധിപ്പിച്ചു. അദ്ദേഹം ഇന്നും സ്റ്റേഡിയത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അഹമ്മദാബാദിലും നീരജ് എത്തിയാൽ അത് വീണ്ടും ഒരു കൗതുക കാഴ്ചയാകും. ഇതിനിടയിൽ മിച്ചൽ സാറ്റ്നർ നമുക്കറിയാം ന്യൂസിലൻഡിൻ്റെ ക്യാപ്റ്റനാണ്. വലിയ ആവേശത്തിലാണ് സാറ്റ്നർ. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇത്തവണ കപ്പ് ഉയർത്തും എന്നുള്ളതാണ്. വലിയ ആത്മവിശ്വാസം ഉണ്ട്. മിച്ചൽ സാറ്റ്നർ പറയുന്നത് കന്നി ലോക കിരീടം ഞങ്ങൾ സ്വന്തമാക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ കോടിക്കണക്കിന് ഇന്ത്യൻ ആരാധകർ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഒപ്പം ഇന്ത്യ ഏറ്റവും ഫേവറിറ്റ് ടീമാണ് എന്ന യാഥാർത്ഥ്യവും സാറ്റ്നർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളത്ര ഫേവറിറ്റ് അല്ല, ഞങ്ങൾക്ക് ആകുലതകളില്ല. ഒരു ടീമെന്ന നിലയിൽ ഞങ്ങൾ മികച്ച നിലയിൽ കളിച്ചാൽ കിരീടമുയർത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അത് ഇന്ത്യൻ ആരാധകരുടെ ഹൃദയം തകർക്കേണ്ടി വന്നാലും ഞങ്ങൾ തയ്യാറാണ് എന്നാണ് സാറ്റ്നർ പറയുന്നത്. ഇത്തരത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ന്യൂസിലൻഡ് ടീം ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിന് ഇറങ്ങുന്നത് എന്നാണ് സാറ്റ്നർ പറയുന്നത്. ഞങ്ങൾ ഞങ്ങളുടേതായ ശൈലിയിൽ കളിച്ചാൽ ഏത് ടീമിനെയും അട്ടിമറിക്കാം. അതിപ്പോൾ ഇന്ത്യ ആയാലും ശരി, ഞങ്ങൾ കപ്പ് വാങ്ങും എന്നുള്ള സൂചനകൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ സാറ്റ്നർ പറഞ്ഞതും നിർണായകമായി. മറ്റൊന്ന്, ഫോമിലില്ലാത്ത ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫാണ്. ന്യൂസിലൻഡിനെതിരായ 2020 ലോക ഫൈനലിൽ ടീമിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് മുഹമ്മദ് കൈഫിൻ്റെ ആവശ്യം. കാരണം അഭിഷേകിന് പകരം റിങ്കു സിംഗ് പലപ്പോഴും നല്ലൊരു ഫിനിഷറായി അംഗീകരിക്കപ്പെട്ട താരമാണ്. റിങ്കു സിംഗിനെ ഉൾപ്പെടുത്തണം എന്നാണ് കൈഫിൻ്റെ നിർദ്ദേശം. കോച്ച് ഗൗതം ഗംഭീറിനോടും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനോടും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് കൈഫ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ടൂർണമെൻറ്റിലുടനീളം നിരാശാജനകമായ പ്രകടനമാണ് അഭിഷേക് കാഴ്ചവെക്കുന്നതെന്ന് കൈഫ് നിരീക്ഷിക്കുന്നു. പവർ പ്ലേയിൽ സ്പിന്നർമാരെ ഉപയോഗിച്ച് അഭിഷേകിനെ വീഴ്ത്തുക എന്ന തന്ത്രം എതിർ ടീമുകൾ വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട്. 4 തവണ സ്പിന്നർമാർക്ക് മുന്നിൽ അഭിഷേക് കീഴടങ്ങി എന്നാണ് ഇപ്പോൾ കൈഫ് ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും പ്രകടനം ഈ താരത്തിൻ്റെ ബാറ്റ് സ്വിങ്ങിൻ്റെ വേഗതയൊക്കെ കുറഞ്ഞ പശ്ചാത്തലമൊക്കെ ഏറെ പ്രധാനമാണ്. ഇത് ഫീൽഡിങ്ങിനെ ബാധിച്ചു എന്നാണ് കൈഫ് പറയുന്നത്. അഭിഷേകിന് ഒരു ഇടവേള നൽകണം എന്നാണ് കൈഫ് ആവശ്യപ്പെടുന്നത്. അത് ഗംഭീറും മറ്റ് ടീം അംഗങ്ങളുമൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കാത്തിരുന്നു കാണണം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുണ്ട്, തിരിച്ചു വരാം. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. തമിഴക വെട്രിക്കഴകം TVK അധ്യക്ഷനും തമിഴ് സിനിമാ രംഗത്തെ പ്രമുഖ നടനുമായ വിജയ് ഭാര്യ സംഗീത ഫയൽ ചെയ്ത വിവാഹമോചന ഹർജി, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിജയ് വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതാണ്ട് 250 കോടി രൂപ നൽകി ഈ ഹർജി പുറത്ത് തീർപ്പാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾക്കിടയിൽ ആദ്യമായി ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് വിജയ്. തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ താൻ നേരിടുമെന്നും ജനങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം അനുയായികളോട് പറയുകയാണ്. TVKയുടെ വനിതാ ദിനാഘോഷത്തിൽ സംസാരിക്കവെയാണ് തമിഴ് സിനിമാ ലോകത്തെയും രാഷ്ട്രീയ വൃത്തങ്ങളെയും
ഒരുപോലെ ഞെട്ടിച്ച ഈ വിഷയത്തിൽ വിജയുടെ നിലപാട് പുറത്തു വന്നത്. വിജയുടെ വാക്കുകളിലേക്ക് വളരെ പെട്ടെന്ന്. இருக்கிற நிறைய பிரச்சனைகளில் சில பிரச்சனைகள்லாம் ஓடிட்டு இருக்கு இல்லையா, அதெல்லாம் நீங்கள் அதுக்கு போராடி ஹர்ட் ஆகிறதெல்லாம் நான் பார்க்குறேன். அதை பார்த்து எனக்கு ஹர்ட் ஆகுது. அதெல்லாம் நான் பார்த்துக்கிறேன். நாமளும் நீங்களும் சேர்ந்து மக்களோட பிரச்சனைகளை மட்டும் பார்ப்போம், சரிங்களா? அவளெல்லாம் ஹர்ட் ஆகாதீங்க, அதெல்லாம் வருத்தலாம் கிடையாது. ിടയായിരുന്നു വിജയുടെ വാക്കുകൾ. ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ അതോർത്ത് വിഷമിക്കരുത്. നിങ്ങൾ വിഷമിച്ചാൽ എനിക്ക് മുറിവേൽക്കും. ഞാനും നിങ്ങളും ചേർന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങളുടെ ഹൃദയം വേദനിക്കാൻ വേണ്ടി മാത്രം ഇക്കാര്യത്തിന് പ്രാധാന്യമില്ല എന്നാണ് വിജയ് പറഞ്ഞത്. സ്ത്രീകളിൽ നിന്ന് വലിയ തോതിലുള്ള കയ്യടിക്ക് ഇടയാക്കി തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കാൾ ജനങ്ങളുടെ വിഷയങ്ങൾക്കാണ് താൻ മുൻഗണന നൽകുന്നത് എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് വിജയ് തൻ്റെ പ്രസംഗം പൂർത്തിയാക്കിയത്. അതായത് തമിഴക രാഷ്ട്രീയത്തിൽ വിജയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും ഈ ഹർജി എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് വളരെ കൃത്യമായി ഇതിനോടുള്ള സമീപനം എന്താണ് എന്നുള്ളത് വിജയ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുന്നു കോടതിയിൽ. വിജയും തൃഷയും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് പിന്നിലെന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിജയുടെ ഈ വിശദീകരണം എന്നുള്ളതും പ്രധാനമാണ്. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് സന്ദർശിക്കാനെത്തിയ നടൻ മമ്മൂട്ടി തന്നെ അനുഗമിച്ച CPM ജില്ലാ സെക്രട്ടറിയോട് കയർക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. താൻ പാർട്ടിക്ക് വേണ്ടി വന്നതാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമെന്നും അതിനാൽ മാറി നിൽക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടായത്. ആദ്യം മമ്മൂട്ടിയുടെ ആ വാക്കുകളിലേക്ക് ഒന്ന് വളരെ വേഗം പോകാം. അങ്ങനെ എൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ എൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി CPM ജില്ലാ സെക്രട്ടറി റഫീഖിനോടാണ് മമ്മൂട്ടി അതൃപ്തി പ്രകടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അർജുൻ ആയങ്കി, നമുക്കറിയാം CPM-മായി ഏറെ അടുപ്പമുള്ള ഒരാളാണ്. അർജുൻ ആയങ്കി പറഞ്ഞത് കാര്യം കൈരളിയുടെ അംബാസഡറും ഇടതുപക്ഷ അനുഭാവിയൊക്കെ ആയിരിക്കും, പക്ഷേ കലാകാരന് ആൾക്കാരോട് പെരുമാറുമ്പോൾ തോന്നേണ്ട ഒരു വിനയമുണ്ട്. അത് ഈ പ്രായത്തിൽ സ്വായത്തമാക്കാൻ കഴിയാത്ത അഹങ്കാരിയാണ് മമ്മൂട്ടി എന്നാണ് അർജുൻ ആയങ്കി തൻ്റെ FB പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. പ്രീജിത്ത് രാജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. അദ്ദേഹം പറയുന്നത് ഈ റഫീഖിൻ്റെ ചിത്രമൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ്. തമ്പുരാൻ ഞെരടിയാൽ ഞെട്ടറ്റ് വീഴുന്ന ചെമ്പനീർ പൂവിലെ പുഴുവല്ല വിപ്ലവം. തമ്പുരാൻ ഞെരടിയാൽ ഞെട്ടറ്റ് വീഴുന്ന ചെമ്പനീർ പൂവിലെ പുഴുവല്ല വിപ്ലവം എന്നും മമ്മൂട്ടിക്കെതിരെയുള്ള പോസ്റ്റാണ്. അൻഷാദ് എന്ന CPM അനുഭാവി പറയുന്നത് അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. റഫീഖുമായി ബന്ധപ്പെട്ടാണ്. ചെളിവാരിയും പാവപ്പെട്ടവരുടെ കണ്ണീറൊപ്പിയും വയനാട് ടൗൺഷിപ്പിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒരാൾ ആണ് ഷഫീഖ് എന്നാണ് പറയുന്നത്. റഫീഖ് സെക്രട്ടറി അഹോരാത്രം പണിയെടുത്തു, അതിനു മേലെ അല്ല ഒരു താരത്തിൻ്റെയും വാക്കുകൾ. അതായത് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്കെതിരെ വലിയ അതൃപ്തി പടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്ന് നിർണായകമാണ്. ഏതായാലും ജയരാജ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ജയരാജ്, ഈ സംഭവത്തിന് ആസ്പദമായത് മമ്മൂട്ടി ഒരു CPM പരിപാടിക്ക് വന്നു എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ തരത്തിൽ ശ്രമമായിരുന്നു. പക്ഷേ CPM ജില്ലാ സെക്രട്ടറിയാണ് അനുഗമിച്ചത്, മറ്റാളുകളും ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? തീർച്ചയായും നമ്മൾ ഈ വിഷയമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ചില പ്രസ്താവനകൾ കുറച്ചു കാലമായിട്ട് ഒരു പ്രത്യേക രീതിയിലാണ്. അതിന്റെ ഒരു രീതി തന്നെയാണ് ഇന്നലെയും ഇവിടെ നമ്മൾ കണ്ടത്. ഇന്നലെ ഏകദേശം ഒരു 12 മണിയോടെയാണ് മമ്മൂട്ടി യാദൃശ്ചികമായി ഈ ടൗൺഷിപ്പിൽ എത്തുന്നത്. ഒപ്പം അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് തന്നെ നിർമ്മാതാവ് ജോസഫും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവരെ അറിയിക്കാതെയാണ് മമ്മൂട്ടി അവിടെ വന്നതെന്നുള്ളത് ശരിയാണ്. അവിടെ എത്തി അതിന് ശേഷമാണ് ഈ CPM സെക്രട്ടറി റഫീഖ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തുന്നത്. എന്തായാലും ഈ മമ്മൂട്ടി ഇവിടെ എത്തിയ പാട് തന്നെ വീടുകളെല്ലാം സന്ദർശിക്കുകയും അതിനുശേഷം ആണ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഈ നോഡൽ ഓഫീസർ ആയ അരുൺ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ നിരവധി ആളുകൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഈ റഫീഖ് എന്ന് പറയുന്ന വ്യക്തി, അതായത് ജില്ലാ സെക്രട്ടറി, അദ്ദേഹം ഒരു യുവ നേതാവായിരുന്നു DYFIന്റെ. അതിനുശേഷം
യുവനിരയിൽ ഒരു CPM ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ കഴിവുകളാണ് അതിനെ കൂടുതൽ പ്രേരിച്ചത്. അപ്പൊ അദ്ദേഹം അവിടെ വന്ന് ഇദ്ദേഹത്തിനുള്ള അല്ലെങ്കിൽ സംവിധാനം ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ സഹായം ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എന്താണ് മമ്മൂട്ടിക്ക് ഒരു അതിർത്തി വന്നതെന്നറിയില്ല. ആളുകൾ കൂടി നിൽക്കുന്നിടത്തുനിന്ന് മാറ്റുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുപോകാനൊക്കെ മുന്നിൽ നിന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഈ ഒരു പ്രതികരണം ഇപ്പൊ വലിയ രീതിയിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തൊട്ട് തന്നെ ചാനലുകളെ ഇത് ചെറുതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഈ ഒരു കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പല നേതാക്കളും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലെയുള്ള ഒരാള് ജനങ്ങളെ കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് ഒരു നടൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഒരു കലാകാരൻ മറ്റുള്ളവരെ ഇത്തരത്തില് ഒക്കെ അവഹേളിക്കുക എന്നത് പറയുന്നതും, കാരണം ജനങ്ങളാൽ വളർത്തിയെടുത്ത ആളുകൾ, അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾ. ഇപ്പൊ റഫീഖ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ്. ഒരുപക്ഷെ ഒരു CPM അനുഭാവി കൂടിയാണ് ഈ മമ്മൂട്ടി എന്ന് പറയുന്നത്. കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നടക്കുന്ന ഒരാൾ ഒരു സെക്രട്ടറിയെ യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ സംസാരിച്ചു എന്നുള്ളതൊക്കെയാണ് സോഷ്യൽ മീഡിയ എടുത്ത് പറയുന്നത്. എന്നാൽ വിഭിന്ന അഭിപ്രായങ്ങളുമുണ്ട്. മറ്റു പാർട്ടികൾ ഇതിനെ അനുകൂലിച്ച് പറയുന്നവരുമുണ്ട്. കാരണം നമുക്കറിയാം തീർച്ചയായും അവിടെ ഒരു സിദ്ദിഖിനെ കൂക്കി വിളിച്ചതൊക്കെയായി ബന്ധപ്പെട്ട് അത്തരത്തിലും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സാധാരണ ആളുകൾ അല്ലെങ്കിൽ കൂടുതലും അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലുള്ള ആളുകൾ പോലും ഇത്തരത്തിലൊരു കാര്യത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. തീർച്ചയായും അതാണ്. അതായത് മമ്മൂട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത് തൊട്ടുപുറകിൽ മറ്റൊരാൾ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഫോൺ തുടർച്ചയായി അടിക്കുന്ന അതൊക്കെ ഒരു പക്ഷേ അസ്വസ്ഥ ഉണ്ടായി കാണും. അതിനുശേഷം ഈ റഫീഖ് എന്ന് പറയുന്ന വയനാട് ജില്ലാ സെക്രട്ടറി മമ്മൂട്ടിക്കൊപ്പം എല്ലാ കാര്യത്തിലുമുണ്ട്, ആളുകളെയൊക്കെ മാറ്റാനുമൊക്കെ ഉണ്ട്. പക്ഷേ പൊതുവെ ഒരു ധാരണ മമ്മൂട്ടി CPM അനുഭാവിയാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ശ്രദ്ധേയമാണ്. ഈ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഒപ്പം ആഹാരവും ഒക്കെ കിട്ടിയത് ജനങ്ങളുടെ പണം കൊണ്ടാണ് എന്ന് അദ്ദേഹം പിന്നീട് ഒരു അഭിമുഖത്തിൽ, അതിനുശേഷം ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നുമുണ്ട്. ജനങ്ങളുടെ പണമാണിതെല്ലാം, അതൊരു വലിയ മാതൃകയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് മറ്റുമുണ്ട്. ഒരു CPM പരിപാടിക്കല്ല താൻ എത്തിയതെന്നും തൻ്റെ വ്യക്തിപരമായൊരു സന്ദർശനമാണ് എന്നും ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ജയരാജാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മതത്തിന്റെ മതിലുകൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ വലിയൊരു ആകാശം ബാക്കിയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വയനാട് മേപ്പാടിൽ നിന്നുള്ള ഈ കാഴ്ച. പ്രാർത്ഥിക്കാനിടമില്ലാതെ വഴിമുട്ടുന്ന വിശ്വാസികൾക്ക് മുന്നിൽ ദൈവത്തിന്റെ മറ്റൊരു ആലയം വാതിൽ തുറന്നു കൊടുത്തപ്പോൾ അവിടെ വിരിഞ്ഞത് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായമാണ്. വയനാട്ടിലെ തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ സമർപ്പണ ചടങ്ങിനെത്തിയതായിരുന്നു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകൾ. ചടങ്ങുകൾ കഴിഞ്ഞ് നോമ്പ് തുറന്നതോടെ മഗ്രിബ് നമസ്കാരത്തിനുള്ള സമയമായി. എന്നാൽ പ്രാർത്ഥിക്കാൻ തൊട്ടടുത്ത് പള്ളികളോ മറ്റ് സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ദൂരെയുള്ള പള്ളിയിലെത്താൻ ട്രാഫിക് ബ്ലോക്കും സമയക്കുറവും തടസ്സമായി. ഇതോടെ പലരും അടുത്തുള്ള വയലിലും മറ്റ് സ്ഥലങ്ങളിലും നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറെടുത്തു. ഈ പ്രതിസന്ധി നേരിട്ട് കണ്ട തൃക്കൈപ്പറ്റ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളി വികാരി തന്റെ പള്ളിയുടെ വാതിലുകൾ മുസ്ലിം സഹോദരങ്ങൾക്കായി മലർക്കെ തുറന്നിട്ടു. പ്രാർത്ഥിക്കാനുള്ള ഇടം നൽകുക മാത്രമല്ല, മുഖവും കൈകാലുകളും കഴുകി ശുദ്ധിയാകാനുള്ള സൗകര്യവും പള്ളിക്കുള്ളിൽ അദ്ദേഹം ഒരുക്കി നൽകി. ക്രൈസ്തവ ദേവാലയത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കാൻ വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കിയ ആ വലിയ മനസ്സ് മതസൗഹാർദ്ദത്തിന്റെ പുതിയൊരു മാനം തേടുകയായിരുന്നു. ജാതിയും മതവും മനുഷ്യരെ അകറ്റാനല്ല, മറിച്ച് പരസ്പരം താങ്ങാവാനാണെന്ന വലിയ പാഠമാണ് മേപ്പാടിയിലെ ഈ കാഴ്ച നമ്മെ പഠിപ്പിക്കുന്നത്. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കും. അതിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ഇന്ന് ചേരും. മണ്ഡലം കമ്മിറ്റികളുടെയും ജില്ലാ കൗൺസിലുകളുടെയും നിർദ്ദേശങ്ങൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരിശോധിക്കും. സംസ്ഥാന കൗൺസിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സ്ഥാനാർത്ഥിയാകും. നദാപുരത്ത് P വസന്തം, P ഗവാസ് എന്നിവർ പട്ടികയിലുണ്ട്. മൂവാറ്റുപുഴയിൽ N അരുൺ മത്സരിക്കും. തൃശൂരിൽ പല പേരുകളുള്ളതിനാൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും. മണ്ണാർക്കാട് പൗസുന്ദറിനെയാണ് പരിഗണിക്കുന്നത്. ഹരിപ്പാട് TT ജിസ്മോൻ മത്സരിക്കും. ചാത്തന്നൂരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R രാജേന്ദ്രനും പുനലൂരിൽ അജയപ്രസാദും കരുനാഗപ്പള്ളിയിൽ MS താരയും സ്ഥാനാർത്ഥികളാകും. ശ്രീലങ്കയിൽ മനോജ് B ഇടമനയാണ് സ്ഥാനാർത്ഥി. അടൂരിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഭിന്നതയുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി നൽകിയതിൽ സർക്കാരിനെതിരെ പള്ളികളിൽ KCBC മദ്യവിരുദ്ധ സമിതിയുടെ സർക്കുലർ. ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞവർ അധികാരത്തിലേറിയപ്പോൾ മദ്യവർജനമായി നയം മാറി. മദ്യശാലകൾക്ക് യഥേഷ്ടം ലൈസൻസ് നൽകി സർക്കാർ ചരിത്രത്തിൽ ഇടം നേടിയെന്നും സർക്കുലറിൽ വിമർശനമുണ്ട്. KCBCയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മദ്യവിരുദ്ധ ഞായർ ആചരിക്കുകയാണ്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, നേരത്തെ തന്നെ KCBCയും വിവിധ ക്രിസ്ത്യൻ സംഘടനകളും സർക്കാരിന്റെ ഈ നയമാറ്റത്തിന് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടുതൽ കടുപ്പിക്കുകയാണല്ലേ?
രഞ്ജിത്ത്, രൂക്ഷമായ വിമർശനം തന്നെയാണ് KCBC സർക്കുലറിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സിറോ മലബാർ സഭ, ലത്തീൻ, സിറോ മലങ്കര സഭകളിലെ ദേവാലയങ്ങളിലും ഈ സർക്കുലർ വായിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. അതായത് 2016 29 ബാറുകളായിരുന്നു, ഇപ്പോൾ അത് 1000-ലേറെയായി. ഒരു തുള്ളി മദ്യം പോലും കൂടുതൽ അനുവദിക്കില്ലെന്ന് പറഞ്ഞവർ അധികാരത്തിലേറിയപ്പോൾ മദ്യവർജനമായി നയം മാറ്റി. അതോടൊപ്പം തന്നെ മദ്യശാലകൾക്ക് യഥേഷ്ടം ലൈസൻസ് നൽകി സർക്കാർ ചരിത്രത്തിൽ ഇടം നേടിയെന്നും വിമർശിക്കുന്നുണ്ട്. രണ്ടാം ഇടത് സർക്കാർ പൂർത്തിയാകുമ്പോൾ മദ്യശാലകളുടെ പെരും പ്രളയത്തിലാണ് സംസ്ഥാനം എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ് ഇനി ഉണ്ടാകേണ്ടത് എന്നുകൂടിയാണ് ഈ സർക്കുലർ പറയുന്നത്. എന്തായാലും ഇന്ന് സർക്കുലർ എല്ലാ പള്ളികളിലും വായിച്ചിട്ടുണ്ട്. ഇന്ന് മദ്യവിരുദ്ധ ഞായർ ആചരിക്കുകയാണ് KCBC. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വാർത്താ ബുള്ളറ്റിൻ 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. KP അഭിലാഷ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.